മോർണിംഗ് ഓൾ, എല്ലാവർക്കും ഇൻഫിനിറ്റി മാത്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. സോ എല്ലാവർക്കും ക്ലാസ് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഷെയർ ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ അരിതമെറ്റിക് സീക്വൻസിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ അരിതമെറ്റിക് സീക്വൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് നോക്കാം. നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ സ്റ്റെയർസ് കണ്ടിട്ടുണ്ടാവും അല്ലെ? സോ സ്റ്റെയർസ് നമ്മൾ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയല്ലേ ചെയ്യാം. വി ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അതുപോലെ നമ്മൾ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള പാറ്റേൺസ് നമ്പേഴ്സിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4, 5. വാട്ട് കംസ് ആഫ്റ്റർ 5? 5ന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വരുന്ന സംഖ്യ ഏതാ? നമുക്ക് പറയാൻ പറ്റും 6 അല്ലേ? സോ നമുക്ക് എങ്ങനെയാ 6 എന്ന് പറയാൻ പറ്റുന്നത്? നമുക്ക് ഓരോ നമ്പേഴ്സ് ചെക്ക് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓരോന്ന് വീതം കൂട്ടി കൂട്ടി പോവുകയാണ് ചെയ്യുക. നമ്മൾ ഇവിടെ 1 ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക. സോ ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് 1 ആഡ് ചെയ്യുന്നതാണ്. അതുപോലെ 2, 4, 6, 8, 10. അനദർ എക്സാമ്പിൾ. ഇവിടെ നെക്സ്റ്റ് ടേം ചോദിച്ചാൽ നമുക്ക് പറയാം 12 ആണെന്ന് പറയാം. സോ അത് നമുക്ക് എങ്ങനെയാ കിട്ടുന്നത്? ഇവിടെയും എന്ത് ചെയ്യുകയാണ്? ഒരു പാറ്റേൺ ഉണ്ട്. ഇവിടുത്തെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ടൈമിലും എന്ത് ചെയ്യും? 2 ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുക. അതായത് 2 + 2. 2ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് 4 കിട്ടും. 4ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ 6 കിട്ടും. സോ 6ന്റെ കൂടെ 2 ആഡ് ചെയ്താൽ നമുക്ക് 8 കിട്ടും. സോ അങ്ങനെ ഒരു പ്രത്യേക റൂളിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയാം. അപ്പൊ സീക്വൻസിൽ നമുക്ക് എന്ത് ചെയ്യുക? വാട്ട് ഇസ് എ സീക്വൻസ്? സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ arrangement of numbers following by a rule. Clear ആണോ? ഒരു പ്രത്യേക റൂൾ പ്രകാരം അറേഞ്ച് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ 3, 6, 9, 12 എക്സെട്ര. ഇവിടുത്തെ പാറ്റേൺ എന്താ? ഇതൊരു സീക്വൻസ് ആണ് അല്ലെ? കാരണം നമ്മൾ ഇവിടെ 3 ആഡ് ചെയ്ത് പോവുകയാണ്. അങ്ങനെ പ്രത്യേക ഇവിടുത്തെ റൂൾ എന്ന് പറയുന്നത് എന്താ? 3 ആഡ് ചെയ്ത് പോവുക, അതാണ് റൂൾ. അതുപോലെ 50, 45, 40, 35 എക്സെട്ര. ഇവിടെ നോക്കി, ഇതൊരു സീക്വൻസ് ആണ് അല്ലെ? ഇവിടെ 5 വീതം കുറഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പൊ നമുക്കൊരു സീക്വൻസ് ഡിക്രീസിങ്ങോ ആവാം, അല്ലെങ്കിൽ ഇത് ഇൻക്രീസിങ്ങോ ആവാം. ഒരു സീക്വൻസ് ഡിക്രീസിങ് ആവാം, അല്ലെങ്കിൽ ഡിക്രീസിങ്ങോ ആവാൻ പറ്റും. എപ്പോഴും ഇൻക്രീസ് ചെയ്യണമെന്നില്ല, അതേപോലെ എപ്പോഴും ഡിക്രീസ് ചെയ്യണമെന്നില്ല. ഇൻക്രീസിങ് ആവാം, ഡിക്രീസിങ് ആവാം. സോ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്ത എക്സാമ്പിൾ നോക്കുന്നത് എന്താ? ഡിക്രീസിങ് സീക്വൻസിന് എക്സാമ്പിൾ ആണ്. സോ ഇവിടെ നമ്മുടെ പാറ്റേൺ എന്ന് പറയുന്നത് we subtract 5 from each term, right? സോ നെക്സ്റ്റ് ടേം ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ പറയാ? ക്ലിയർ ആയിട്ട് 30 ആണെന്ന് പറയും. സോ ഇനി നമ്മൾ വേറൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2, 5, 8, 11, 14 എക്സെട്ര. ഇതില് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 5 - 2 നമുക്ക് 3 കിട്ടും അല്ലെ? സോ നെക്സ്റ്റ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് 8 - 5, 3. So 11 - 8, 3. 14 - 11, 3. സോ ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്. അതായത് ഇവിടെ ആ ഡിഫറൻസ് നമുക്ക് എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് പറയാം അല്ലെ? ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. അങ്ങനെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, സെയിം ആണെങ്കിൽ, നമ്മൾ ആ സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വെച്ചാൽ എന്താ? ഇറ്റ്സ് എ സീക്വൻസ് വിത്ത്
equal difference, right? Sequence having consecutive terms difference constant. Difference constant. സോ നമ്മൾ സീക്വൻസ് എന്താണെന്ന് വെച്ചു, അരിതമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനേഷനും പഠിച്ചു. ഇനി ഇതിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ 2 നേരത്തെ എഴുതിയ എക്സാമ്പിൾ തന്നെ 8, 11, 14 എക്സെട്ര. സോ ഇതിലെ കോൺസിക്യൂട്ടീവ് ഡിഫറൻസിനെ നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്ത 3 ആണ് കിട്ടുക അല്ലെ. സോ കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയുള്ള കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിഫറൻസിനെ നമ്മൾ അരിതമെറ്റിക് സീക്വൻസിൽ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. കോമൺ ഡിഫറൻസ്. സോ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക സ്മോൾ ലെറ്റർ ഡി ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താ 3 ആണ്. ഇനി ഫോർ എക്സാമ്പിൾ 3, 6, 9, 12 എക്സെട്ര. ഇവിടെ കോമൺ ഡിഫറൻസ് എന്താ വരിക? കോമൺ ഡിഫറൻസ് 3 വരും അല്ലെ. അതുപോലെ 50, 45, 40, 35 എക്സെട്ര. ഇവിടെ ഇതൊരു ഡിഗ്രീസിങ് സീക്വൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് ഡിഗ്രീസിങ് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. സോ ഡി എന്ന് പറയുന്നത് ഇവിടെ എന്താ -5 എന്ന് കിട്ടും. ക്ലിയർ ആയോ? സോ ഒരു സീക്വൻസ് എന്താന്ന് പറഞ്ഞു, അരിതമെറ്റിക് സീക്വൻസ് എന്താന്ന് പറഞ്ഞു. അരിതമെറ്റിക് സീക്വൻസിലെ കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ആ ഡിഫറൻസിനെ നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയും. നമ്മൾ ഡിനോട്ട് ചെയ്യുക ഡി എന്നാണ്. സോ നിങ്ങൾക്ക് ഒരു ഹോം ക്വസ്റ്റ്യൻ തരാം. 4, 9, 40 എക്സെട്ര. കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാം. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. സോ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാൽ നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് അരിതമെറ്റിക് സീക്വൻസിന്റെ nth ടേം എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് വരാം. സോ ക്ലാസ് ഇഷ്ടമായാൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.